ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 21-ാം വാക്യം സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തെ തിരുവചനമാണ്. വിശുദ്ധ സത്യവേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിക്കൊണ്ടാണ്. ഈ ബൈബിളിലെ ആദ്യ വചനവും ബൈബിളിലെ അവസാന വചനവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കാരണം ഈ സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മുതൽ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും ആ ദൈവത്തിൻ്റെ കൃപയാലാണ്. ആ കൃപ വളരെ വലുതാണ്. അതൊരു മനുഷ്യനും ചിന്തിക്കുന്നതിലും അതീതമാണ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ, നമ്മോടുള്ള ദൈവത്തിൻ്റെ കൃപ അത് വലുതായിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട്. ആ കൃപയുടെ ബാഹുല്യം, ആ കൃപയുടെ മഹത്വമാണ് ഈ ഭൂമിയിലെ മനുഷ്യ ജീവന്റെ മാത്രമല്ല മുഴുവൻ സൃഷ്ടിയുടെയും പരിപാലനത്തിൻ്റെയും പരിപോഷണത്തിൻ്റെയും ചൈതന്യമായിരിക്കുന്നത്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് ആ കൃപയിൽ അധികമായി വ്യാപരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹതയില്ലാത്ത മനുഷ്യരെ അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ ഉദ്ധരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നു. യാക്കോബിനെ യാബോക്കെന്ന ആ കടവിൻ്റെ അരികിൽ വച്ച് ഇസ്രായേലാക്കി മാറ്റിയ ദൈവസ്നേഹം, ശൗലിനെ ദമസ്കോസിൻ്റെ അരികിൽ വച്ച് പൗലോസാക്കി രൂപാന്തരപ്പെടുത്തിയ ദൈവസ്നേഹം, ശീമോനെ പത്രോസാക്കി രൂപാന്തരപ്പെടുത്തിയ ദൈവസ്നേഹം, ഈ ദൈവസ്നേഹം ഓരോ മനുഷ്യനെയും രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. പുതിയ സൃഷ്ടിയാക്കി യഥാസ്ഥാനപ്പെടുത്തുന്നതാണ്. പാപത്തിൽ പിറന്ന മാനവന് ആ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് കൊണ്ടാണ് നിത്യജീവന്റെ പുണ്യം അഥവാ മോക്ഷം, അഥവാ നാം വായിച്ചു കേട്ടതുപോലെ കൃപ ലഭിക്കുവാനിടയാകുന്നത്. അതുകൊണ്ട് സൃഷ്ടിയുടെ മഹത്വമായി ദൈവകൃപയെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ സൃഷ്ടിയുടെ മഹത്വം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ മുഴു സൃഷ്ടിയെയും പരിപാലിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. ഈ കൃപയുടെ ഭാഗഭാക്കുകളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആ സർവശക്തനായ ദൈവത്തിൻ്റെ
കൃപ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അത് സൗജന്യമായി നൽകുവാൻ ദൈവവുമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. അങ്ങനെ ആ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യം